സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സാംസങ്ങിൻ്റെ ഗാലക്സി A50 എന്ന മോഡലിൻ്റെ അൺബോക്സിങ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് സാംസങ്ങിൻ്റെ A സീരീസിൽ തന്നെ മറ്റൊരു ഡിവൈസ് ആയിട്ടുള്ള സാംസങ് ഗാലക്സി A20 എന്ന് പറയുന്ന ഫോണാണ്. ഞാൻ കൂടുതൽ ഡയലോഗൊന്നും അടിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ അപ്പോൾ ഗൈസ്, ഇതാണ് ബോക്സ്. സാംസങ് ഗാലക്സി A20യുടെ 3GB 32GB റെഡ് കളർ വേരിയൻ്റ് ആണിത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഏകദേശം 12,000 രൂപയ്ക്കകത്തായിരുന്നു റേറ്റ് വന്നത്. 11,500 രൂപയായിരുന്നു റേറ്റ് വന്നത്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഇവിടെ കാണാൻ പറ്റും. കൂടാതെ മറ്റൊരു ചെറിയ ബോക്സിലായിട്ട് ഫോണിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ്, അതായത് ഫോണിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വാറൻറ്റി കാർഡ്, റീജിയൻ ലോക്ക് ഗൈഡൊക്കെ ഈ ഒരു ചെറിയ ബോക്സിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ ഇതാണ് ഹാൻഡ്സെറ്റ് ഗാലക്സി A20യുടെ റെഡ് കളർ വേരിയൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു A സീരീസ് ഡിസൈനിൽ തന്നെയാണ് A20 വന്നിട്ടുള്ളത്. സോ അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് ബോക്സിലുള്ള മറ്റു കാര്യങ്ങളോട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബോക്സിനൊപ്പം ഇനി വരുന്നത് ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്, USB Type-C കേബിൾ ഉണ്ട്, ബേസിക് ആയിട്ടുള്ളൊരു ഹെഡ്ഫോൺ ഇതിനൊപ്പം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു സിം എജക്റ്റ് ടൂളും ഈ ഒരു ബോക്സിനൊപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഫോൺ ഇടാൻ പറ്റുന്ന ആ ഒരു കേസ് അവൈലബിൾ അല്ല. എനിവേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിനൊപ്പം ഈ ഒരു ബോക്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഫോണെ നോക്കാം. ജസ്റ്റ് ഇതൊന്ന് ഓക്കെ, ഇതാണ് ഗാലക്സി A20യിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ A സീരീസിൽ വരുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണ് A20യിലും കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന 3D ഗ്ലാസ്റ്റിക് ബാക്കാണ് ഫോണിൽ വരുന്നത്. ഗ്ലാസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലാസി ഫിനിഷ് വരുന്ന പോളി കാർബണേറ്റ് ആയിട്ടുള്ള ബാക്ക് ബോഡി, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് അല്ല, അതുപോലെ തന്നെ ഗ്ലാസ് പ്ലസ് ഒരു പ്ലാസ്റ്റിക് മിക്സ് വരുന്ന ഒരു ബാക്ക് ബോഡിയാണ് ഫോണിൽ വരുന്നത്. ഗാലക്സി A30 ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ് A20. A30യിൽ വരുമ്പോൾ അതിൽ ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ്, പക്ഷേ A20യിൽ V കട്ട് ഔട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് ഈ ഫോൺ നമുക്ക് ഓൺ ആക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എനിവേ, ബാക്കിലായിട്ട് നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്യാമറ വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ക്യാമറയാണ്. 30 MP പ്ലസ് 5 MP ഡ്യുവൽ റിയർ ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. A സീരീസിലെ മറ്റ് ഫോൺസിൻ്റെതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ലോക്ക് സ്വിച്ചും അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചസ് ഉണ്ട്. ബോട്ടം സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ USB Type-C പോർട്ടുണ്ട്, ഹെഡ്സെറ്റ് ജാക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്പീക്കറും ഫോണിൻ്റെ ബോട്ടം സൈഡിലാണ്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം കാർഡ് സ്ലോട്ട്, നമുക്ക് സിം ഇടാൻ പറ്റുന്ന സ്ലോട്ട് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഇതിൽ ഡെഡിക്കേറ്റഡ് സ്ലോട്ടാണ് വരുന്നത്, അതായത് 2 സിമ്മും ഒരു മെമ്മറി കാർഡ് നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലോട്ടാണ് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഡിസൈൻ വൈസ് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാനും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഫോൺ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ഈ ഒരു ഫോണൊന്ന് ബൂട്ട് ചെയ്യാം, ഒന്ന് ഓണാക്കി നോക്കാം. സോ അപ്പോൾ ഫോൺ ഓൺ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു വി ഷേപ്പ് ഡിസ്പ്ലേ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ആ ഒരു നോച്ച്, ആ ഒരു രീതിയിലുള്ള നോച്ചാണ് ഇവിടെ ഈ ഒരു ഫോണിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി നോക്കിക്കഴിഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ആണ് ഫോണിൽ ഉള്ളത്, പക്ഷേ HD+ റെസൊല്യൂഷൻ വരെ ഫോണിൽ സപ്പോർട്ട് ആവുകയുള്ളൂ. നോർമൽ യൂസിനൊക്കെ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേ കോൺട്രാസ്റ്റ് ഒക്കെ പക്കയാണ്. 4 കളർ പ്രീസെറ്റ്സ് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഡിസ്പ്ലേ വൈസ് നോർമൽ യൂസിന് നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊസസ്സർ വരുന്നത് Exynos 7884 SoC ആണ്. 3GB 32GB വേരിയൻ്റിലാണ് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. റണ്ണിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 9 ആണ്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 4000 mAh 4000 mAh ഒരു ബാറ്ററിയാണ് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ A20 എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള യൂസേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫോണാണ്. അതായത് ബേസിക് യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫൈനലി ഇതിൻ്റെ ക്യാമറയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ പ്രൈസിന് ഓൾമോസ്റ്റ് ഓക്കെ ആവുന്ന ഒരു ക്യാമറ കൺസെപ്റ്റ് തന്നെയാണ് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. റിയർ ക്യാമറ നല്ലൊരു ലൈറ്റിംഗ് കണ്ടീഷനിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഫോണിൽ ഇതിൻ്റെ റിയർ ക്യാമറ തരുന്നുണ്ട്. പക്ഷേ ഔട്ട്ഡോറിൽ കിട്ടുന്ന ആ ഒരു ഫോക്കസിങ് ഇൻഡോറിൽ നമുക്ക് ലഭിക്കുന്നില്ല, അതൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാം 8 MP ഫ്രണ്ട് ക്യാമാണ് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതും ഔട്ട്ഡോറിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാം തരുന്നുണ്ട്. പക്ഷേ ഇൻഡോറിലും അതുപോലെ തന്നെ ലോ ലൈറ്റിലും ഒക്കെ ഫ്രണ്ട് ക്യാം കുറച്ച് മോശമായിട്ട് തോന്നുന്നുണ്ട്, കാരണം അതിൽ കുറച്ച് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് യൂസേഴ്സിന് ഓക്കെ ആവുന്നൊരു ബ്രാൻഡഡ് മോഡൽ തന്നെയാണ്. ഡിസൈൻ വൈസ് പക്കയാണ്, ഫോൺ കംഫർട്ടബിൾ ആണ്, ഹാൻഡിയാണ്.
പക്ഷേ ഈ ഒരു ഫോൺ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിലവിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് സ്മാർട്ട് ഫോൺസ് കൂടി കമ്പയർ ചെയ്തിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇതിൽ നല്ല സ്പെക്ക് വരുന്ന മോഡൽസ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഫോൺ ചൂസ് ചെയ്യുമ്പോൾ അതുകൂടി ഒന്ന് കമ്പയർ ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും വീഡിയോയുടെ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകളും ഇതിനേക്കാൾ നല്ല ടെക്നോളജി വീഡിയോസും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടെക്നോളജി കണ്ടന്റുമായി കാണാം. ടിൽ ദെൻ വി മീറ്റ്. ദിസ് ഈസ് അമൽ സൈനിങ് ഔട്ട്.